ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് പമ്പ്സ് ആണ്. സോ ഹൈഡ്രോളിക് പമ്പിൽ ഇപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, അതുപോലെ തന്നെ പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു പമ്പിൻ്റെ റിവേഴ്സായിട്ട് വരുന്ന ടർബൈൻ, അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം. അപ്പോൾ നമുക്ക് ടർബൈൻ്റെ ഒരു ഓപ്പറേഷനിൽ വരുന്നതിൻ്റെ റിവേഴ്സാണ് എന്ത് ഇപ്പോൾ ഒരു പമ്പിൻ്റെ ഒരു ഓപ്പറേഷൻ വരുന്നത്. സോ ഇത് നമുക്ക് ഈ ഒരു പമ്പും അതുപോലെ ടർബൈനാണ് മെയിനായിട്ട്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ നോക്കുന്നുള്ളൂ ഈ വീഡിയോനകത്ത്. ഇപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് ടർബൈൻസ് അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് മെയിൻലി സെൻട്രിഫ്യൂഗൽ പമ്പാണ് നോക്കുന്നത്. സിമ്പിളാണ്, വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഒരു പമ്പ് എന്ന് പറയുന്നത്. സോ നമ്മുടെ എല്ലാ ആളുകളുടെയും വീട്ടിൽ ഒരു പമ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇറിഗേഷൻ പർപ്പസിന് അതുപോലെ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണ്. സോ നമുക്ക് ബേസിക് ആയിട്ട് പമ്പിനെ കുറിച്ച് അറിയേണ്ട ഒരു കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഒരു ബേസിക് ആയിട്ട് ഒരു പമ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ പാർട്സ്, അത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പോൾ പമ്പ് അതുപോലെ തന്നെ ടർബൈൻ്റെ ആണെന്നുണ്ടെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ടാവും. ഒരു മൈക്രോഫോൺ, അതുപോലെ തന്നെ ലൗഡ് സ്പീക്കർ. അപ്പോൾ അതിൻ്റെയൊക്കെ എനർജി കൺവേർഷൻ വരുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു സ്പീക്കർ എന്ത് ചെയ്യുന്നുണ്ട്, സൗണ്ട് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു പമ്പ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് എന്താണ് ഒരു എൻജിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്താണ് കെമിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ടർബൈൻ ആകുമ്പോൾ എന്താണ് സിമ്പിളാണ്, നമുക്ക് അറിയാം. ഒരു ഒരു ഹൈഡ്രോളിക് എനർജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജിയാണ് നമുക്ക് കൺവേർഷൻ വരുന്നത്. സോ ഇവിടെ പമ്പ് എന്താണ് ഒരു എനർജി കൺവേർഷൻ ഡിവൈസാണ്. ഓൾറെഡി പറഞ്ഞു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ ജസ്റ്റ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൻ്റെ ഒക്കെ വ്യൂ പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ ഒരു പമ്പ് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ വോളിയം അനാലിസിസ് ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ഒരു ഫ്ലോ ഡിവൈസാണ്. ദെൻ സ്റ്റഡി ഫ്ലോ ആണ് ഇതിനകത്ത് നടക്കുന്നത്. അതായത് ടൈമിനനുസരിച്ച് എന്താണ് പ്രോപ്പർട്ടീസിനൊന്നും വേരിയേഷൻ വരുന്നില്ല. അപ്പോൾ ത്രൂ ഔട്ട് നമുക്ക് പഠിക്കാനുള്ള എന്താണ് മോഷൻ. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ പമ്പും അതുപോലെ തന്നെ റെസിപ്രോക്കേറ്റിംഗ് പമ്പും എന്താണ് ഒരു എക്സാമ്പിളാണ്. ജസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്ന മോഷൻ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നല്ല വിധം മനസ്സിലാക്കണം. സോ ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. അപ്പോൾ ഒരു ഹൈഡ്രോളിക് പമ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ്സ് എ മെഷീൻ വിച്ച് ഇൻക്രീസ് ദ എനർജി ഓഫ് എ ലിക്വിഡ് യൂട്ടിലൈസിങ് മെക്കാനിക്കൽ എനർജി സപ്ലൈ ടു ഇറ്റ്. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ ഒരു പമ്പിനകത്തേക്ക് എന്താ കൊടുക്കുന്നത്, ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത്. അതല്ല ഇപ്പോൾ നമ്മളൊരു മോട്ടറിന് പകരം എന്ത് ചെയ്യാം, നമുക്കൊരു എഞ്ചിൻ്റെ വേണമെങ്കിൽ എഞ്ചിൻ്റെ ക്രാങ്ക് എന്ത് ചെയ്യുക, അതിനകത്ത് ഷാഫ്റ്റ് വെച്ച് കണക്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇലക്ട്രിക്കൽ എനർജി അല്ല മെക്കാനിക്കൽ എനർജീനെ യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ലിക്വിഡിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് എനർജിയാണ് ലിക്വിഡിൻ്റെ എന്ത് എനർജിയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് നോക്കാം. ദ എനർജി സപ്ലൈ ടു ഇറ്റ് യൂട്ടിലൈസ് ടു റൈസിങ് ദി ലിക്വിഡ് ഫ്രം ലോവർ ലെവൽ ടു എ ഹയർ ലെവൽ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു എനർജി യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, ലോവർ ലെവൽ, അതായത് നമുക്കറിയാം ഇപ്പോൾ വാട്ടർ എന്താണ് ഒരു ഹൈറ്റിൽ നമ്മൾ നല്ല ഹൈറ്റിലൊരു വാട്ടർ ബോഡി ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താണ് വാട്ടർ എപ്പോഴും എന്തായിരിക്കും താഴേക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് തിരിച്ചെന്ത് ചെയ്യണം, വാട്ടറിനെ ഒരു ലോവർ ലെവലിൽ നിന്ന് എന്താണ് ഹയർ ലെവലിലേക്ക് വാട്ടർ എന്താണ് തന്നെ ഫ്ലോ ചെയ്യില്ല. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു പമ്പ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഈ ഒരു എനർജി യൂസ് ചെയ്തിട്ട് ലോവർ ലെവലിൽ നിന്ന് ഒരു ഹയർ ലെവലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഹൈറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് വാട്ടറിനെ എലിവേറ്റ് ചെയ്യുന്നത്. So to impart the energy to liquid, mechanical work is applied with the help of a prime mover. Hydraulic pump convert the mechanical energy to hydraulic energy. സോ ഇവിടെ പുതിയൊരു വാക്കുണ്ട്, പ്രൈം മൂവർ. അപ്പോൾ പ്രൈം മൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാച്ചുറൽ എനർജീനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, യൂസ്ഫുൾ വർക്ക് ചെയ്യുന്ന എന്തോന്നിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈം മൂവർ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ IC എഞ്ചിൻ, സ്റ്റീം ടർബൈൻ, ഗ്യാസ് ടർബൈൻ, അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ നമ്മുടെ വിൻഡ് ടർബൈൻ, ഇതൊക്കെ എന്ത് ചെയ്യാമോ നമുക്ക് പ്രൈം മൂവറാമെന്ന് പറയാം. അപ്പോൾ അവിടെ നമുക്ക് പറഞ്ഞാൽ എന്താണ് നാച്ചുറൽ എനർജി, ഒരു വിൻഡ് ടർബൈൻ
ഒരു വിൻഡ് മില്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഇപ്പോൾ ഒരു വിൻഡ് എനർജി യൂസ് ചെയ്തിട്ട് എന്താണോ യൂസ്ഫുൾ വർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ഒരു പ്രൈം മൂവർ എന്ന്. അപ്പോൾ നമ്മളിവിടെ നേരെ തിരിച്ചാണ്, മെക്കാനിക്കൽ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലിക്വിഡിൻ്റെ എനർജി അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിന് എനർജി ഇമ്പാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു പ്രൈം മൂവർ യൂസ് ചെയ്തിട്ടാണ്. സോ നമ്മൾ ഒരു പമ്പിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് കണ്ടു, അല്ലെങ്കിൽ ഒരു ഹൈഡ്രോളിക് പമ്പിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. സോ ത്രൂ ഔട്ട് ഇനി എന്താണ് ഈ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് റെസിപ്രോക്കേറ്റിംഗ് പമ്പൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇനി ഒരു പമ്പിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അഗ്രികൾച്ചറൽ അതുപോലെ തന്നെ എന്താണ് ഇറിഗേഷൻ പർപ്പസിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പമ്പ് യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് വാട്ടർ സപ്ലൈ അതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റത്തിന് നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പമ്പിങ് ആപ്ലിക്കേഷൻ ഇൻ ഹൈഡ്രോ ഇലക്ട്രിക്, തെർമൽ ഓർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അതുപോലെ തന്നെ എന്താണ് ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ, പവർ പ്ലാന്റ്സിലൊക്കെ നമുക്ക് എന്താണ് പമ്പ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ പമ്പ് സെവറൽ ടൈപ്സ് ലിക്വിഡ് ഇൻ കെമിക്കൽ ഇൻഡസ്ട്രി. അതുപോലെ തന്നെ എന്താണ് കെമിക്കൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്താണ് വേരിയസ് ഇൻഡസ്ട്രിയിൽ പമ്പിങ് പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് ഒരു ലിക്വിഡിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ മെക്കാനിക്കൽ എനർജി, അതായത് മെക്കാനിക്കൽ എനർജി എന്ത് ചെയ്യുക ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്, അല്ലെങ്കിൽ ഒരു ലിക്വിഡിൻ്റെ എനർജി എലിവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പമ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഒരു ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ലിക്വിഡിനെ എലിവേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പമ്പ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിന് എനർജി ഇമ്പാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു പ്രൈം മൂവർ യൂസ് ചെയ്തിട്ടാണ്. ഇനി എന്താണ് സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡും എന്താണെന്ന് നോക്കാം. അപ്പോൾ ലിഫ്റ്റിംഗ് ഓഫ് എ ലിക്വിഡ് അച്ചീവ്ഡ് ബൈ എ പമ്പ് ബൈ ക്രിയേറ്റിംഗ് എ ലോ പ്രഷർ അറ്റ് ദ ഇൻലെറ്റ്. അപ്പോൾ നമ്മളെങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ ഇൻലെറ്റിൽ എന്താണ് ലോ പ്രഷർ അച്ചീവ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വാട്ടർ ലിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു സംഭ് കൺസിഡർ, സംഭവമാണ് നമ്മളൊരു വെല്ല് തന്നെ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പമ്പിൻ്റെ ഇൻലെറ്റിൽ എന്തായിരിക്കും ലോ പ്രഷർ ആയിരിക്കും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഇവിടെ പ്രഷർ എനർജിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പമ്പിങ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ലിക്വിഡിൻ്റെ എന്ത് ചെയ്യുക പ്രഷർ എനർജിയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് എലിവേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് പമ്പിങ് പ്രോസസ്സ് നടക്കുന്നത്. സോ ഇൻലെറ്റിൽ എന്ത് ചെയ്യുക പ്രഷർ കുറക്കുക, അതുപോലെ തന്നെ ഔട്ട്ലെറ്റിലെ പ്രഷർ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും. ഡ്യൂ ടു ദ ലോ പ്രഷർ അറ്റ് ഇൻലെറ്റ് ലിക്വിഡ് ഫ്രം ദ പമ്പ് ഈസ് സക്ക്ഡ് ഇൻ ടു ദ പമ്പ് ത്രൂ എ പൈപ്പ് കോൾഡ് സക്ഷൻ പൈപ്പ്. സോ എന്താണ് ഈ ഒരു ഇൻലെറ്റിൽ അല്ലെങ്കിൽ എന്താണ് സക്ഷൻ എൻഡിൽ ഒരു സക്ഷൻ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സമ്പിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യും ഈ ഒരു പൈപ്പ് വഴി എന്ത് ചെയ്യും ആ ഒരു പമ്പിനകത്തേക്ക് കയറും. ഡ്യൂ ടു ദ ഹൈ പ്രഷർ അറ്റ് ഔട്ട്ലെറ്റ് ലിക്വിഡ് ഈസ് ഫോഴ്സ് ടു ഹൈറ്റ് ത്രൂ അനദർ പൈപ്പ് കോൾഡ് ഡെലിവറി പൈപ്പ്. എന്താണ് ഇനി ഡെലിവറി എൻഡിനകത്ത് വരുന്ന ഹൈ പ്രഷർ കാരണം എന്ത് ചെയ്യാം ഡെലിവറി പൈപ്പിലേക്കോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടാങ്കിലാണെന്ന് ഡെലിവറി ടാങ്കിലേക്കോ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വാട്ടറിനെ ഡെലിവർ ചെയ്യാൻ പറ്റും. ആൻഡ് സക്ഷൻ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഡെപ്ത് ഫ്രം വിച്ച് ദ വാട്ടർ ഹാസ് ടു ബി സക്ക് ടു പമ്പ് കോൾഡ് എ സക്ഷൻ ഹെഡ്. അപ്പോൾ എന്താണ് വാട്ടർ ലെവലിൽ നിന്ന് പമ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. ദെൻ ഡെലിവറി ഹെഡ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഹൈറ്റ് അപ് ടു വിച്ച് ദി ലിക്വിഡ് ക്യാൻ ബി റേസ്ഡ് അബവ് ദി പമ്പ്. ദെൻ പമ്പ് ടു ഡെലിവറി ടാങ്ക് അല്ലെങ്കിൽ എന്താണ് എവിടെയാണോ നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത് അത് വരെയുള്ള പമ്പ് മുതൽ ഡെലിവറി വരെയുള്ള ഹൈറ്റിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഡാറ്റം അല്ലെങ്കിൽ ഹൈറ്റ് ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെർട്ടിക്കൽ ഹൈറ്റ് ഡിഫറൻസിനെയാണ് നമ്മൾ ഡെലിവറി ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ സക്ഷൻ ഹെഡ് എന്താണ്, ഡെലിവറി ഹെഡ് എന്താണെന്നും, ഡെലിവറി പൈപ്പ്, സക്ഷൻ പൈപ്പ്, അതുപോലെ സമ്പ്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പമ്പൊക്കെ എല്ലാ ആളുകളും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡിവൈസാണ് ഒരു പമ്പ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് എന്ത് ചെയ്യുക ഒരു ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക അതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഒരു ഫിഗർ വെച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന പാർട്സ് നോക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത്
ഒരു സ്ട്രെയിനറാണ്. ദെൻ ഫുട്ട് വാൽവ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രെയിനറും ഫുട്ട് വാൽവും എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് സമ്പിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, സബ്മേർജ് ചെയ്ത് കിടക്കുന്നുണ്ടാവുക. സോ ഈ ഒരു ഫുട്ട് വാൽവ് അതുപോലെ തന്നെ എന്താണ് സ്ട്രെയിനറും നമ്മുടെ പമ്പിനകത്തേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സക്ഷൻ പൈപ്പ് വഴിയാണ്. ദെൻ പമ്പിൽ നിന്ന് എങ്ങനെയാണ് ഡെലിവറി ടാങ്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, വാട്ടർ ഡെലിവറി ചെയ്യണം. അപ്പോൾ അത് കണക്ട് ചെയ്യുന്നത് എങ്ങനെ, ഒരു ഡെലിവറി പൈപ്പ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഡെലിവറി വാൽവും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഫിഗർ അല്ല, എപ്പോഴും എന്താണ് ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഫിഗർ യൂസ് ചെയ്തിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ നമ്മൾ പമ്പ് ഈ ഒരു പമ്പിൽ നിന്ന് ഈ സമ്പ് വരെയുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം, സക്ഷൻ ഹെഡ് എന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഒരു ഡെലിവറി ടാങ്ക് മുതൽ പമ്പ് വരെയുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം, ഡെലിവറി ഹെഡ് എന്ന് പറയാം. ദെൻ ഡെലിവറി പൈപ്പും സക്ഷൻ പൈപ്പും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പുതിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്താണ്. അതിനകത്ത് പമ്പിൻ്റെ ഫിഗർ വരച്ചിട്ടില്ല, അതുകൊണ്ടാണ് പ്രിൻറ്റഡ് ഫിഗർ കാണിച്ചു തന്നത്. അപ്പോൾ ഫിഗേഴ്സ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു 2-3 പ്രാവശ്യം വരച്ച് തന്നെ പഠിക്കണം. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തുള്ള പാർട്സൊക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ വർക്കിങ്ങും എങ്ങനെയായിരിക്കും, ഒരു ഫിഗർ വരച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഏകദേശം വർക്കിങ്ങൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫിഗർ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫിഗർ എപ്പോഴും വരച്ച് പഠിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഫിഗറിലുള്ള ഒരു മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമുക്ക് ഇത്രയും കണ്ടൻറ്റ് വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിഗറിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഡ്രോയിങ് സ്കെച്ചിങ് എന്ന് പറയുന്നത്. സോ എല്ലാ ഫിഗേഴ്സും നീറ്റായിട്ട് തന്നെ വരച്ച് പഠിക്കാം. ഇനി നമുക്ക് നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പമ്പ്സ് ആണ്. സോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ്, അതായത് ഓരോ ഡിവൈസിനും എന്ത് ചെയ്യും, സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് പർപ്പസ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് എന്താണ് ഒരേ യൂസേജ് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ ഡിവൈസും എന്ത് ചെയ്തിട്ടുണ്ടാവുക, കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ നമുക്ക് ഹൈഡ്രോളിക് പമ്പ്സിന് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, സെൻട്രിഫ്യൂഗൽ പമ്പ് അതുപോലെ തന്നെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. അപ്പോൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് വരുന്നതാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അതുപോലെ തന്നെ റോട്ടറി പമ്പ്. അപ്പോൾ യൂസ് എ പിസ്റ്റൺ ഓർ ഡയഫ്രം ടു ഡിസ്പ്ലേസ് ദ ലിക്വിഡ്. അപ്പോൾ ലിക്വിഡിനെ എന്താണ് ഒരു ഡയഫ്രം അല്ല എന്നുണ്ടെങ്കിൽ ഒരു പിസ്റ്റണോ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു എഞ്ചിനിലെ പോലെ തന്നെയാണ് ഇരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വർക്ക് ചെയ്യുന്നത്. വർക്കിംഗ് അങ്ങനെ എക്സാക്റ്റ് ആണെന്നല്ല പറയുന്നത്, അതിനകത്തുള്ള പോലെ ആയിരിക്കും എന്ത് മോഷൻ വരുന്നത്, ഒരു പിസ്റ്റൻ്റെ മോഷൻ വരുന്നത്. അപ്പോൾ ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഒരു പിസ്റ്റണോ ഡയഫ്രം യൂസ് ചെയ്തിട്ട് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വർക്ക് ചെയ്യുന്നത്. ദെൻ റോട്ടറി പമ്പ്, അപ്പോൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൽ വരുന്നതാണ് എന്ത്, റെസിപ്രോക്കേറ്റിംഗ് പമ്പും അതുപോലെ തന്നെ റോട്ടറി പമ്പും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് എന്താ, ഒരു റൊട്ടേറ്റിംഗ് എലമെൻ്റ് ആയിരിക്കും. അത് മേ ബി ഗിയർ ആയിരിക്കാം, സ്ക്രൂ ആയിരിക്കാം, വെയിൻ ആയിരിക്കും. ഇതൊക്കെയാണ് റോട്ടറി പമ്പിനകത്ത് വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് മെയിൻലി വരുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്ന റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ കംസ് ദ സെൻട്രിഫ്യൂഗൽ പമ്പ്. സോ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, യൂസ് സ്പിന്നിങ് ഇംപെല്ലർ ടു ഇൻക്രീസ് ദി ഫ്ലൂയിഡ് വെലോസിറ്റി ആൻഡ് പ്രഷർ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നേരത്തെ പ്രഷർ എനർജിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഒരു സ്പിന്നിങ് ഇംപെല്ലർ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ റോട്ടർ എന്ന് പറയാം, ഒരു റോട്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ മെയിൻലി പ്രഷറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. സോ അത് ആ ഒരു ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട. ഇപ്പോൾ സിംഗിൾ ആക്ടിങ് വരുന്നുണ്ട്, ഡബിൾ ആക്ടിങ് വരുന്നുണ്ട്. ദെൻ ആക്സിയൽ ഫ്ലോ. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് വരുന്നതാണ് എന്ത്, ആക്സിയൽ ഫ്ലോ. അപ്പോൾ എന്താണ്, ആക്സിയൽ ഫ്ലോ ഇംപെല്ലർ യൂസ്ഡ് ടു ഇൻക്രീസ് ദി വെലോസിറ്റി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആക്സിയൽ ഫ്ലോയിലാണെന്നുണ്ടെങ്കിൽ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇംപെല്ലർ എങ്ങനെയായിരിക്കും, ആക്സിയൽ ഫ്ലോ ആയിരിക്കും. അവിടെ വെലോസിറ്റി മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നതാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ മിക്സഡ് ഫ്ലോ. അപ്പോൾ എന്താണ്, ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് എന്ത് ചെയ്യുന്നത്,
ഒരു മിക്സഡ് ഫ്ലോ പമ്പിനകത്ത് വരുന്നത്. ദെൻ കംസ് ദി ലോ ഹെഡ് ഹൈ ഹെഡ്. അപ്പോൾ ഈ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് ഹൈറ്റ് വരെ നമ്മൾ, അതായത് ഡെലിവറി ഹെഡാണ് പറയുന്നത്. സോ എത്ര ഹൈറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യണം എന്നുള്ളതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പമ്പിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഈ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ അതിനകത്ത് 10 to 20 മീറ്റർ, ഇതുപോലെ 20 to 50 മീറ്റേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടെക്സ്റ്റിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് നിങ്ങൾ നോക്കണ്ട. ജസ്റ്റ് ലോ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അത്ര അധികം ഹൈറ്റിനകത്തേക്ക് വാട്ടറിനെ എലിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ലോ ഹെഡ് ഉണ്ട്, മീഡിയം ഹെഡ് ഉണ്ട്, ഹൈ ഹെഡ് ഉണ്ട്. സോ ഈ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. വേറെ ഓരോ ടെക്സ്റ്റ് നോക്കുമ്പോഴും ഓരോ നമ്പറാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ നമ്മളിപ്പോൾ ഒരു സാധാ ഒരു ഇറിഗേഷൻ പർപ്പസ് അല്ലെങ്കിൽ ഡ്രെയിനേജ്, അതുപോലെ തന്നെ വീട്ടിനകത്തൊക്കെ വാട്ടർ സപ്ലൈ ഒരു അക്വേറിയത്തിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഒരു ലോ ഹെഡ് പമ്പ് എന്ന് പറയുന്നത്. ദെൻ ഹൈ ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻഡസ്ട്രിയൽ പർപ്പസിനകത്ത് ഒരു കൂടുതൽ ഹൈറ്റിലേക്ക് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈ ഹെഡ് യൂസ് ചെയ്യുന്നത്. അവിടെ ബോയിലറിലെ ഫീഡ് വാട്ടർ കൊടുക്കുക, അതുപോലെ തന്നെ എന്താണ് ലോങ് ഡിസ്റ്റൻസ് പൈപ്പ് ലൈൻ, ദെൻ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈ ഹെഡ് യൂസ് ചെയ്യുന്നത്. ഇതാണ് പമ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ആക്ഷൻ അനുസരിച്ച്, അത് മെയിൻലി വരുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, അത് മീൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പും സെൻട്രിഫ്യൂഗൽ പമ്പും ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് രണ്ടും എന്തായാലും ഓർത്ത് വെക്കണം. പിന്നെ അതിനകത്ത് വരുന്നതാണ് ആക്സിയൽ ഫ്ലോ, റോട്ടറി പമ്പ്, മിക്സഡ് ഫ്ലോ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ പേരനുസരിച്ച് തന്നെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സോ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്, അതുപോലെ തന്നെ എന്താണ് റോട്ടോ ഡൈനാമിക് പമ്പ് എന്നാണ് പറയുക. ജസ്റ്റ് ഇതും കൂടി ഒന്ന് നോക്കാം നമുക്ക്. ലിക്വിഡ് പാസസ് ത്രൂ എ റൊട്ടേറ്റിംഗ് എലമെൻറ്റ് കോൾഡ് ഇംബെല്ലർ ഡ്യൂ ടു ദ റൊട്ടേഷൻ. അപ്പോൾ ഈ ഒരു ഇംബെല്ലറിൻ്റെ റൊട്ടേഷൻ കാരണം എന്ത് ചെയ്യും, അതിനകത്തുള്ള ആംഗുലർ മൊമെൻറ്റം ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. ദ പ്രഷർ ഡെവലപ്ഡ് എനേബിൾ ദ ലിക്വിഡ് ഗെറ്റ് ലിഫ്റ്റഡ് ഫ്രം ലോവർ ലെവൽ ടു എ ഹയർ ലെവൽ. അപ്പോൾ എന്താണ് ഈ ഒരു പ്രഷർ ഡിഫറൻസ് കാരണം, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് നമുക്ക് വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് എന്ത് ചെയ്യുന്നത്, റോട്ടോ ഡൈനാമിക് പമ്പിൻ്റെ വർക്കിംഗ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പമ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കുമ്പോൾ എന്താണ് ഈ ഒരു 2-3 പോയിൻറ്റ്സ് എഴുതാൻ പറ്റും ഇതിനകത്ത്. അപ്പോൾ എങ്ങനെയാണ് ആംഗുലർ മൊമെൻറ്റം ചേഞ്ച് കാരണം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് റോട്ടോ ഡൈനാമിക് പമ്പ് വരുന്നത്. അപ്പോൾ അതിനകത്ത് മെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു റൊട്ടേറ്റിംഗ് എലമെൻ്റാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ മൊമെൻറ്റം ചേഞ്ച് കാരണമാണ് എന്ത് ചെയ്യുന്നത്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. ആ ഒരു പ്രഷർ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ദെൻ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. അപ്പോൾ ലിക്വിഡ് ഈസ് സക്ക്ഡ് ആൻഡ് ദെൻ പുഷ്ഡ് ബൈ എൻ എക്സൈറ്റിംഗ് ഫോഴ്സ് ഓൺ ഇറ്റ് ബൈ എ മൂവിങ് മെക്കാനിക്കൽ പമ്പ്. സോ നമ്മൾ മെക്കാനിക്കൽ പമ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഒരു കണക്റ്റിംഗ് റോഡ് ആവും പിസ്റ്റൻ്റെ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് വാട്ടറിനെ സക്ക് ചെയ്തെടുക്കും. അവിടെ എന്താണ് പ്രഷർ ഡിഫറൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, വാട്ടറിൻ്റെ സക്ഷൻ നടക്കുന്നത്. സോ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ എന്താണ് ഒരു പിസ്റ്റൺ നമുക്ക് കൺസിഡർ ചെയ്യാം, അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ആ ഒരു ലിക്വിഡിൻ്റെ മേലെ. അപ്പോൾ വാട്ടറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കും. ഇതാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ ഹൈ ഹെഡ് ലോ ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ദെൻ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് എന്തൊക്കെ നടക്കുന്നത് നോക്കാം. വെൻ എ ലിക്വിഡ് മാസ് ഈസ് റൊട്ടേറ്റ് ബൈ എക്സ്റ്റേണൽ മീൻസ് ഇറ്റ് ഈസ് ത്രോൺ അവേ ഫ്രം ദി സെൻറ്റർ ഓഫ് റൊട്ടേഷൻ ബൈ വിച്ച് ദി കൈനറ്റിക് എനർജി ഈസ് ഇമ്പാർട്ടഡ് ടു ഇറ്റ്. അപ്പോൾ പേര് പോലെ തന്നെ എന്താണ്, സെൻട്രിഫ്യൂഗൽ ആക്ഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് മാസിന് എന്താണ് കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, അതിൻ്റെ എലിവേറ്റ് ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി അതിനകത്ത് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു കൈനറ്റിക് എനർജി കാരണം എന്താണ്, ഇതിൻ്റെ സെൻറ്റർ ഓഫ് റൊട്ടേഷനിൽ നിന്ന് എന്താണ് അതിൻ്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ എന്താ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമ്മൾ എന്താണ് ഒരു ലിക്വിഡ് മാസിനെ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, റേഡിയൽ ഡയറക്ഷനിൽ അല്ലെങ്കിൽ എന്താ റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിൽ എന്താണ്
മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ എന്തായിരിക്കും ടാൻജൻഷ്യൽ ഫോഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു then the kinetic energy converted the pressure head in the casing of pump for lifting the liquid. ഈ ഒരു എനർജി കൺവേർഷൻ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും ഇനി മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡിനകത്തൊക്കെ. സോ ഇവിടെ എന്താണ്, ഈ ഒരു കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു ലിക്വിഡിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സിമ്പിളായിട്ടൊരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. പിന്നെ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന് വരുന്നത് എന്താണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് ഹൈ ഔട്ട്പുട്ട് ആയിരിക്കും, അതുപോലെ തന്നെ എന്താണ് ഹൈ എഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ എന്താണ് സിമ്പിൾ, നമുക്കൊരു സെൻട്രിഫ്യൂഗൽ കണ്ടാൽ തന്നെ അറിയില്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കാരണം എന്ത് ചെയ്യുക, അതിന് ഹൈ ഔട്ട്പുട്ടാണ്, അതുപോലെ തന്നെ ഹൈ എഫിഷ്യൻസി വരുന്നുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അതിൻ്റെ ഡ്രോബാക്കും അറിയാം. അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, നോട്ട് യൂസ്ഡ് വർക്ക് ഹൈ ഹെഡ് ഈസ് നീഡഡ് ആൻഡ് ലിക്വിഡ് ഓഫ് വെരി ഹൈ വിസ്കോസിറ്റി ഈസ് ടു ബി പംപ്ഡ്. അപ്പോൾ ഹൈ വിസ്കോസിറ്റി ഉള്ള ലിക്വിഡിനെ പമ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ എന്താണ് ഹൈ ഹെഡ് നീഡായിട്ടുള്ളത് എന്ത് ചെയ്യാം, നമുക്കൊരു സെൻട്രിഫ്യൂഗൽ പമ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു സെൻട്രിഫ്യൂഗൽ ആക്ഷനാണ് ഇത് ചെയ്യുന്നത്, സെൻട്രിഫ്യൂഗൽ ആ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മേജർ കമ്പോണൻസ് വരുന്നത്, അപ്പോൾ അതിനകത്തുള്ള പ്രൈം മൂവർ എന്ന് പറയുന്നത് എന്താണ്, റോട്ടർ അല്ലെങ്കിൽ ഇമ്പല്ലറാണ്. സോ ഇമ്പല്ലർ ഒരു പാർട്ട് വരുന്നത് എന്താണ്, ഇമ്പല്ലറാണ്. ഇറ്റ് ഈസ് എ റൊട്ടേറ്റിംഗ് എലമെൻറ്റ് ഓഫ് എ പമ്പ് ആൻഡ് പ്രൊവൈഡ് വിത്ത് എ സീരീസ് ഓഫ് കർവ്ഡ് വെയിൻസ്. അപ്പോൾ എന്താണ് ഈ ഒരു ഇമ്പല്ലർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ഒരു മോട്ടോറിനകത്താണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിന് എന്ത് ചെയ്യുക, കർവ്ഡ് ആയിട്ടുള്ള വെയിൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം പ്ലേറ്റ്സ് ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. ദ ഇമ്പല്ലർ ഈസ് മൗണ്ട്. അപ്പോൾ നമ്മൾ റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷൻ, അപ്പോൾ നമ്മളതിൻ്റെ മോഷൻ പറഞ്ഞു, ആ ഒരു റൊട്ടേറ്റിംഗ് മാസിൻ്റെ മോഷൻ എങ്ങനെയായിരിക്കും, ഇപ്പോൾ റേഡിയലി ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ ഒരു കർവ്ഡ് മോഷൻ ആയിരിക്കും അതിന് വരുന്നത്. ദ ഇമ്പല്ലർ ഈസ് മൗണ്ടഡ് ഓൺ ദ ഷാഫ്റ്റ് വിച്ച് ഈസ് കപ്പിൾഡ് ടു എ പ്രൈം മൂവർ. സോ ഇവിടെ എന്താണ്, ഓൾറെഡി പറഞ്ഞു, ഈ ഇമ്പല്ലർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു മോട്ടോറിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ പ്രൈം മൂവർ ഇമ്പാർട്ട് ദി മെക്കാനിക്കൽ എനർജി ഫോർ റൊട്ടേറ്റിംഗ് ദി ഇമ്പല്ലർ. സോ ഇതൊക്കെ എന്താണ് പോയിൻറ്റ്സ് ആയിട്ടാണ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ ഇവിടുത്തെ റൊട്ടേറ്റിംഗ് എലമെൻറ്റ് ഇമ്പല്ലർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനകത്തുള്ള റൊട്ടേറ്റിംഗ് എലമെൻറ്റാണ്. അതിനെന്ത് ചെയ്യുന്നുണ്ടാവും, സീരീസ് ഓഫ് കർവ്ഡ് വെയിൻസ് ഉണ്ടായിരിക്കും. ദെൻ ഈ ഒരു ഇമ്പല്ലർ നമ്മുടെ ഒരു ഇലക്ട്രിക് മോട്ടോറിനകത്ത് ഷാഫ്റ്റ് ഉപയോഗിച്ച് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഇമ്പല്ലർ, ഈ ഒരു പ്രൈം മൂവറാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇമ്പല്ലറിന് മെക്കാനിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അടുത്തതാണ് കേസിങ്. അപ്പോൾ ഇമ്പല്ലറിന് ചുറ്റും എന്താണ്, ഒരു കേസിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. അത് എയർ ടൈറ്റ് ചാമ്പേഴ്സ് അറൗണ്ട് ദി ഇമ്പല്ലർ, ഇറ്റ് ഗൈഡ് ദി ലിക്വിഡ് ടു ഇമ്പല്ലർ ആൻഡ് ഫ്രം ദ ഇമ്പല്ലർ ടു ഡെലിവറി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പമ്പിൻ്റെ കേസിങ് നിങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇമ്പല്ലറിൻ്റെ പറഞ്ഞില്ല കർവ്ഡ് വെയിൻസ് ആയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഇതാണ് ഇതിനകത്തുള്ള കർവ്ഡ് വെയിൻസ് വരുന്നത് ഇമ്പല്ലറിൻ്റെ. ദെൻ ഇതിന് ചുറ്റും എന്ത് ഉണ്ടാവും, ഒരു കേസിങ് ഉണ്ടായിരിക്കും. സോ ആ ഒരു കേസിങ് എന്തായിരിക്കും, അപ്പോൾ നമ്മുടെ സക്ഷൻ പൈപ്പിൽ നിന്ന് എന്ത് ചെയ്യും, വാട്ടറിനെ ഇൻടേക്ക് ചെയ്ത് അതുപോലെ തന്നെ എന്താണ് ഡെലിവറി പൈപ്പിലേക്ക് വാട്ടറിനെ ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ. എന്താണ് അതിൻ്റെ ഒരു വേറെ ഫീച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, എയർ ടൈറ്റ് ആയിരിക്കും അതിൻ്റെ ചാമ്പർ വരുന്നത്. അതുപോലെ ഇറ്റ് കണ്ടെയ്ൻ എ സക്ഷൻ ആൻഡ് ഡിസ്ചാർജ് അറേഞ്ച്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് ഫോർ ദി ഷാഫ്റ്റ് ബിയറിങ്സ്. അപ്പോൾ സക്ഷൻ കണക്ട് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ ഡിസ്ചാർജ് അറേഞ്ച്മെൻറ്റ് എന്താണ് ഇമ്പല്ലറിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ പമ്പൊക്കെ എല്ലാവരും ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അതുപോലെ തന്നെ എന്താണ് ഷാഫ്റ്റ് ബിയറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഇമ്പല്ലർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പലതരം എന്ത് വരുന്നുണ്ട്, പമ്പിൻ്റെ സെറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ മോട്ടർ എന്തായിരിക്കും കുറച്ച് ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു കേസിങ്ങിൽ നിന്ന് കുറച്ച് വിട്ടിട്ടായിരിക്കും ഇവിടെ എന്ത് വരുന്നത്, മോട്ടോർ വരുന്നത്. സോ അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാം, അപ്പോൾ ആ ഒരു ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക, കേസിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലയിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേസിങ് അങ്ങനെ ആയിരിക്കും, മോട്ടറിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. The shape of the casing is such that area of flow at outer periphery of the impeller gradually increase till delivery pipe. എന്താണ് ഇതിൻ്റെ ഈ ഒരു കേസിങ്ങിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും,
അതിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഡെലിവറി പൈപ്പ് എത്തുന്നിടത്തേക്ക് ഇൻക്രീസിങ് ആയിട്ടുള്ളൊരു ഷേപ്പായിരിക്കും എന്ത് വരുന്നത്, ഇത് കേസിങ്ങിന് വരുന്നത്. Due to this shape, a liquid thrown from the impeller at high velocity get collected and allowed to flow at a low velocity to delivery pipe. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ഹൈ വെലോസിറ്റിയിലായിരിക്കും എന്ത് വരുന്നത്, ഈ ഒരു വാട്ടർ വരുന്നത്. നമുക്കിവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാന്നുള്ളതല്ല നമ്മുടെ ആവശ്യം. നമുക്ക് ആവശ്യം എന്താണ്, പ്രഷർ ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. സോ എന്താണ്, ഹൈ വെലോസിറ്റിയിൽ നിന്ന് വരുന്ന ഈ ഒരു ലിക്വിഡിനെ ഈ ഒരു ഷേപ്പ് കാരണം എന്താവും, ലോ വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, ഡെലിവർ ചെയ്യുന്നത്. ദ കൈനറ്റിക് എനർജി ഓഫ് ദ ലിക്വിഡ് കൺവേർട്ടഡ് ടു പ്രഷർ ഹെഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യാണ് ഇതിനകത്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഈ ഒരു കേസിങ്ങിനകത്ത് ചെയ്യുന്നത്. ദെൻ വരുന്ന സക്ഷൻ പൈപ്പ് ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ പൈപ്പ് ത്രൂ വിച്ച് ദ വാട്ടർ സക്ഡ് ഫ്രം ദി സം ടു ഇൻലെറ്റായി. എന്താണ്, നമ്മൾ സമ്പിൽ നിന്ന് ഈ ഒരു ഇമ്പല്ലറിൻ്റെ അയിലേക്ക് അല്ലെങ്കിൽ ഇൻലെറ്റ് വരെ വാട്ടറിനെ സക്ക് ചെയ്തെടുക്കുന്നതാണ് എന്ത്, സക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. അറ്റ് ഇറ്റ് ലോവർ ആൻഡ് എ സ്ട്രെയിനർ ഫിറ്റഡ് ടു കീപ്പ് ഔട്ട് ദി ഡെബ്രീസ് ഫ്രം എൻറ്ററിങ് ദി പമ്പ്. അപ്പോൾ അതിൻ്റെ ലോവർ എൻഡിൽ എന്ത് ഉണ്ടാവും, ഒരു സ്ട്രെയിനർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ്, ഡെബ്രീസ് ഒന്നും അതിനകത്ത് എൻറ്റർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഒരു ഫുട്ട് വാൽവ് ഉണ്ടാവും, വൺ വേ വാൽവ് പ്രൊവൈഡഡ് അറ്റ് ദി ലോവർ എൻഡ് ഓഫ് ദി സക്ഷൻ പൈപ്പ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഫുട്ട് വാൽവ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മോട്ടോറിൻ്റെ അല്ലെങ്കിൽ ഒരു പമ്പിൻ്റെ സക്ഷൻ പൈപ്പിൻ്റെ എൻഡിൽ എന്താണ്, സ്ട്രെയിനർ ഉണ്ടാവും, അതുപോലെ ഫുട്ട് വാൽവ് ഉണ്ടാവും. അപ്പോൾ ഫുട്ട് വാൽവ് അറേഞ്ച് ദി സച്ച് ദാറ്റ് ഇറ്റ് ഓൾവേസ് അലൗസ് ലിക്വിഡ് ടു ഫ്ലോ ഓൺലി അപ്വേർഡ് ടു ദി പമ്പ്. ഈ ഒരു ഫുട്ട് വാൽവ് എന്താണ്, പമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താകും, വാട്ടറിനെ സക്ക് ചെയ്തെടുക്കും, അതിനെ തിരിച്ച് ഫ്ലോ ചെയ്യാൻ എന്ത് ചെയ്യില്ല, അനുവദിക്കില്ല. അതാണ് ഫുട്ട് വാൽവിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇനി ഡെലിവറി പൈപ്പ് കണക്റ്റിംഗ് ഡെലിവറി എൻഡ് ഓഫ് ദ പമ്പ് ടു ദി ഡെലിവറി ടാങ്ക് കെപ്റ്റ് അറ്റ് ഹയർ ലെവൽ. അപ്പോൾ എന്താണ്, ഡെലിവറി ടാങ്കിലേക്ക് പമ്പിനെ കണക്ട് ചെയ്യുന്നതാണ് ഇത് ഡെലിവറി പൈപ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു പൈപ്പാണ് നമ്മളുടെ ഡെലിവറി ടാങ്കിലേക്ക് വാട്ടറിനെ ഡെലിവർ ചെയ്യുന്നത്. ദെൻ ഡെലിവറി വാൽവ്, ഇറ്റ് ഈസ് എ റെഗുലേറ്റിംഗ് വാൽവ് പ്രൊവൈഡഡ് നിയർ ദി പമ്പ് ഔട്ട്ലെറ്റ് സെർവ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ലിക്വിഡ് ടു ഡെലിവറി പൈപ്പ്. അപ്പോൾ എന്താണ്, പമ്പിന് നിയറായിട്ടാണ് ഇത് ഈ ഒരു റെഗുലേറ്റിംഗ് വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സിമ്പിളാണ്. അപ്പോൾ ഇത്രയും പാർട്സാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വരുന്നത് ഇമ്പല്ലറാണ്. ഇമ്പല്ലറിന് ചുറ്റും ഒരു കേസിങ് ഉണ്ടാവും. കേസിങ്ങിന് കഴിഞ്ഞാൽ എന്താണ്, സക്ഷൻ പൈപ്പ്. കേസിങ്ങിലേക്ക് സക്ഷൻ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സക്ഷൻ പൈപ്പും ഡെലിവറി പൈപ്പും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ സക്ഷൻ പൈപ്പിനകത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു സ്ട്രെയിനർ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്, ഡെബ്രിസ് ഒന്നും അതിനകത്ത് എൻ്റർ ചെയ്യാതിരിക്കുക. അതുപോലെ ഒരു ഫുട് വാൽവ് ഉണ്ടാവും, വാട്ടറിനെ തിരിച്ച് ഫ്ലോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുട് വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത് രണ്ടും അവിടെയാണ് സക്ഷൻ പൈപ്പിൻ്റെ എൻഡിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഡെലിവറി പൈപ്പ് വരുന്നുണ്ട്, അത് എവിടെയാണ്, ടാങ്ക്, പമ്പ് ടു ടാങ്ക് കണക്ഷനാണ് ഡെലിവറി പൈപ്പ് വരുന്നത്. ഡെലിവറി പൈപ്പിൽ എന്തുണ്ടാവും, ഒരു റെഗുലേറ്റിംഗ് വാൽവ്, ഒരു ഡെലിവറി വാൽവ് കണക്ട് ചെയ്യുന്നുണ്ടാവും. ഇത്രയാണ് ഒരു പാർട്സ് വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ അതിന് റോട്ടർ, കേർഡ് വെയിൻസൊക്കെ അതിനകത്ത് നമുക്ക് പറയാം. ഇനി വരുന്നത് എന്താണ്, ഈ പമ്പിൽ മെയിനായിട്ട് വരുന്നതാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. സോ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനായിട്ട്, ഒരു ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് വരാറുള്ളതാണ് എപ്പോഴും. കാരണം ഇതിനകത്തുനിന്ന് വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു പമ്പിൻ്റെ ഈസിയാണ് കാര്യങ്ങൾ. അല്ലാതെ ഇപ്പോൾ ഈ ഒരു പാർട്സ് ഒന്നും അങ്ങനെ ചോദിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രൈമിങ് അതുപോലെ തന്നെ കാവിറ്റേഷൻ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇൻ ഓർഡർ ടു റിമൂവ് എയർ കാവിറ്റി, ഗ്യാസ്, വേപ്പർ എക്സെട്ര വി ഫിൽ വിത്ത് ലിക്വിഡ് ടു ബി പമ്പ് ബിഫോർ സ്റ്റാർട്ടിങ് ഓഫ് ദി പമ്പ്. നമ്മൾ എന്ത് ചെയ്യാം, ഈ പമ്പ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് എന്ത് ചെയ്യുക, അതിനകത്തുനിന്ന് എയർ കാവിറ്റി അതുപോലെ ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പമ്പ് എന്ത് ചെയ്യും, ഡാമേജോ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രൈമിങ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഫുട് വാൽവ് വഴി എന്ത് ചെയ്യുക, പമ്പിനകത്ത്, സെൻട്രിഫ്യൂഗൽ പമ്പിനകത്തേക്ക് നമ്മൾ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. അതിനെയാണ് നമ്മൾ പ്രൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എയർ കാവിറ്റീസോ അല്ലെങ്കിൽ ഗ്യാസ്, വേപ്പർ ഇതൊക്കെ എൻട്രാപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പമ്പ് ഡാമേജ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അത് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പമ്പിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. സോ അതാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് പ്രൈമിംഗ്. So if it is not properly primed, the impeller casing may contain air or any other gas. ഇപ്പോൾ എന്താണ്, പ്രൈം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ഇമ്പല്ലർ കേസിങ്ങിനകത്ത് എന്തുണ്ടാവും, എയർ എൻട്രാപ്പ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്യാസസ് ഒക്കെ എൻട്രാപ്പ് ചെയ്തെടുക്കും. സിൻസ് ഡെൻസിറ്റി ഓഫ് ഗ്യാസ് ഈസ് മച്ച് ലോവർ ദെൻ ദ ലിക്വിഡ് head generated by the centrifugal force may not be sufficient to create a partial vacuum. എന്താണ്, ഇതിനകത്തുള്ള ഗ്യാസിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. നമ്മൾ ഈ ഒരു
അതിനകത്തേക്ക് എടുക്കുന്ന ലിക്വിഡ്, ഇപ്പോൾ വാട്ടറാണ് ലിക്വിഡ് എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഉള്ള ഗ്യാസ് അകത്ത് എൻട്രാപ്പ് ചെയ്തിട്ടുള്ള ഗ്യാസിൻ്റെ ലിക്വിഡിന് എന്തായിരിക്കും, ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഡെൻസിറ്റി കുറവായതുകൊണ്ട് എന്താണ്, ഈ ഒരു പമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്തായിരിക്കില്ല, മതിയാവില്ല. അതുപോലെ എന്തിനു വേണ്ടിയിട്ട്, ഇതിനകത്തൊരു വാക്വം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാക്വം ക്രിയേറ്റ് ചെയ്താൽ ആണ് എന്ത് സംഭവിക്കുള്ളൂ, പമ്പിനകത്തേക്ക് സക്ഷൻ നടക്കുള്ളൂ. സോ അപ്പോൾ നമ്മൾ എയർ ക്യാവിറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ത് ചെയ്യില്ല, റിക്വയർഡ് എന്താവില്ല, സഫീഷ്യൻ്റ് ആവില്ല എന്ന് പറയുന്നത്. അതിനകത്തൊരു വാക്വം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ വാക്വം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അതിനകത്തേക്ക് സക്ഷൻ നടക്കില്ല. ഓൾസോ gas pockets in the impeller may give rise to vortices and cause discontinuity of flow. അതാണ്. അതുപോലെ തന്നെ എന്താണ്, ഫ്ലോക്ക് ഡിസ്കണ്ടിന്യൂറ്റി എന്ത് ചെയ്യും, ഇതുപോലെ സംഭവിക്കും. ഇനിയപ്പോൾ അതിനകത്ത് പ്രൈമിങ്ങിൻ്റെ മെത്തേഡ് വരുന്നുണ്ട്. സ്മോൾ പമ്പ്, ചെറിയ പമ്പിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫണൽ വെച്ചിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ പോറിങ് വാട്ടർ യൂസിങ് എ ഫണൽ ടു ദ കേസിങ്. അപ്പോൾ കേസിങ്ങിനകത്തേക്ക് എന്ത് ചെയ്യുക, ഒരു ഫണൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതാണ് ഒരു ചെറിയ പമ്പിനകത്തൊക്കെ എനിക്ക് ചെയ്യുക. ഇനി മീഡിയം അതുപോലെ തന്നെ എന്താണ്, ലാർജ് പമ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവാക്യുവേറ്റ് കേസിങ് ആൻഡ് സക്ഷൻ പൈപ്പ് യൂസിങ് വാക്വം പമ്പ് ഓർ എ സ്റ്റീം ഇജക്ടർ. അപ്പോൾ സ്റ്റീം ഇജക്ടർ അല്ലെങ്കിൽ വാക്വം പമ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു കേസിങ് അതുപോലെ തന്നെ സക്ഷൻ പൈപ്പിനെ നമ്മൾ എന്ത് ചെയ്യും, ഇവാക്യുവേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ പ്രൈമിങ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു പമ്പിനകത്ത് വരുന്ന എയർ ക്യാവിറ്റീസ് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ഗ്യാസോ അതെല്ലാം എന്തെങ്കിലും എൻട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാണ് പ്രോസസ്സ് പറയുന്നത്. പ്രൈമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അതാണ്. സോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ് ഡാമേജ് ആവാതിരിക്കാനാണ്. അതുപോലെ തന്നെ എന്താണ്, ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ആ പമ്പ് വെള്ളം എടുക്കില്ല, സെക്ഷൻ നടക്കില്ല. അങ്ങനെയാണ് നമ്മൾ പ്രൈമിങ് ചെയ്യുന്നത്. ഇപ്പോൾ സ്മോൾ പമ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കുറച്ച് വലിയ പമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യുക, വാക്വം പമ്പ് അതല്ലാതെ സ്റ്റീം ഇജക്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവാക്യുവേറ്റ് ചെയ്യാണ് ചെയ്യുക, കേസിങ്ങും സക്ഷൻ പൈപ്പും. ഇത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമിങ് ചെയ്യണത്. അപ്പോൾ ബിഫോർ സ്റ്റാർട്ടിങ് ഹാസ് ടു ബി പ്രൈംഡ്. അപ്പോൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് എന്ത് ചെയ്യണം, പ്രൈം ചെയ്യണം. ദെൻ പ്രൈമിങ് ഇസ് എ പ്രോസസ് ഓഫ് ഫില്ലിംഗ് വാട്ടർ ഇൻ സക്ഷൻ പൈപ്പ്, കേസിങ്, ഡെലിവറി പൈപ്പ് അപ് ടു ഡെലിവറി വാൾ. അപ്പോൾ ഡെലിവറി വാൾ വരെ എന്താണ്, സക്ഷൻ പൈപ്പ്, കേസിങ്, ഡെലിവറി പൈപ്പ്. ഇതിനകത്തെല്ലാം എന്ത് ചെയ്യുക, വാട്ടർ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, പ്രൈമിംഗ് എന്ന് പറയുന്നത്. സോ ദറ്റ് നോ എയർ പോക്കറ്റ് ഈസ് ലെഫ്റ്റ്. അപ്പോൾ എന്താണ്, എയർ പോക്കറ്റ് അതിനകത്ത് ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ പ്രൈമിങ്, prime mover coupled with the pump is started. Keep delivery valve closed. അപ്പോൾ ഡെലിവറി വാൾവ് ക്ലോസ്ഡ് പൊസിഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രൈം മൂവർ ഓൺ ചെയ്യുക, അതായത് മോട്ടർ ഓൺ ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ ദിസ് ഇമ്പാർട്ട് റൊട്ടേഷൻ ടു ദ ഇമ്പല്ലർ വിച്ച് ഇമ്പാർട്ട് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ ലിക്വിഡ് entrapped in the impeller and throws liquid towards the outer periphery of the impeller. അപ്പോൾ ഈ ഒരു പ്രൈം മൂവർ കാരണം എന്ത് ചെയ്യും, ഈ ഒരു ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുക, ഒരു ഇമ്പല്ലർ എന്ത് ചെയ്യും, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പ്രൈമിങ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിനകത്ത് എൻട്രാപ്പ് ചെയ്തിട്ടുള്ള ലിക്വിഡൊക്കെ എന്ത് ചെയ്യും, ഇതിൻ്റെ ഔട്ടർ പെരിഫറിയിലേക്ക് ത്രോ ചെയ്യുന്നതാണ് പറയുന്നത്. ദെൻ ആഫ്റ്റർ ദ ഇമ്പല്ലർ അറ്റൈൻഡ് നോർമൽ സ്പീഡ് ഡെലിവറി വാൾവ് ഈസ് ഓപ്പൺ. അപ്പോൾ എന്താണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വശം എന്ത് ചെയ്യില്ല, അതിന് നോർമൽ സ്പീഡ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, വാൽവ് തുറക്കുക, ഡെലിവറി വാൽവ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഡെലിവറി the liquid flows outward and leaves the veins with a high pressure and velocity. അപ്പോൾ എന്താണ്, ഈ ഒരു വെയിനിന് എന്ത് ചെയ്യുക, വാട്ടർ ലീവ് ചെയ്യുന്ന വിത്ത് ഹൈ പ്രഷർ ആൻഡ് വെലോസിറ്റി ആയിരിക്കും. ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദ ലിക്വിഡ് ഇൻ ഇമ്പല്ലർ ക്രിയേറ്റ്സ് എ പാർഷ്യൽ വാക്വം നിയർ ദി ഐ ഓഫ് ദി ഇമ്പല്ലർ. അപ്പോൾ എന്താണ്, ഈ ഒരു വാട്ടർ അല്ലെങ്കിൽ എന്താണ് ലിക്വിഡ് ഇമ്പല്ലറിൽ നിന്ന് ലിക്വിഡ് പുറത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓൾറെഡി ഉള്ള ലിക്വിഡ്സ് എന്ത് ചെയ്യുക, അതിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഒരു വാക്വം, പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യും. ദെൻ കോൺസിക്വൻ്റ്ലി ലിക്വിഡ് ഫ്രം ദ സമ്പ് ഈസ് സക്ഡ്. അപ്പോൾ എന്താണ്, വാക്വം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സമ്പിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യും, സക്ക് ചെയ്തുകൊണ്ടിരിക്കും ടുവേർഡ്സ് ദ ഇമ്പല്ലർ ഐ ആൻഡ് എൻറ്റേഴ്സ് ത്രൂ ദി ഇൻലെറ്റ് ടിപ്പ് ഓഫ് ദി ഇമ്പല്ലർ വെയിൻസ്. ദസ് ദർ ഈസ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ലിക്വിഡ് ഫ്രം സം ടു കേസിങ്. അപ്പോൾ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഇമ്പല്ലർ എന്ത് ചെയ്യുക, വാട്ടറിനെ ഔട്ടർ പെരിഫറിയിലേക്ക് എന്ത് ചെയ്യുക, ത്രോ ചെയ്യും. സോ അങ്ങനെ ത്രോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അതിനകത്തൊരു പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യുക. പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, വാട്ടർ സക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് ഒക്കെ അറിയുന്നത്. The liquid leaving the impeller vein with a higher pressure and velocity. The velocity head converted into pressure head in casing utilizing. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഷേപ്പ് കാരണം അപ്പോൾ എന്താണ്, അതിൻ്റെ ഈ ഏരിയ എന്ത് ചെയ്യുക, കേസിങ് ഡെലിവറി വാൽവ് അല്ലെങ്കിൽ ഡെലിവറി പൈപ്പിലേക്ക് എത്തുമ്പോൾക്ക് എന്താണ്, ആ ഒരു ഏരിയ എന്ത് ചെയ്യുക, ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. സോ അത് കാരണം എന്ത് ചെയ്യാം,
ഏരിയ ഇൻക്രീസിങ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക, അപ്പോൾ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ ഇസിക്കൽ ടു എന്താണ് AV ആണ് വരുന്നത്. സോ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് കൺട്രോൾ വോളിയം അനാലിസിസ് ആണ്. അപ്പോൾ അതിനകത്ത് ഇൻലെറ്റിലെ ഔട്ട്ലെറ്റിലെ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. സോ നമുക്ക് എന്താണ് ഇവിടെ ഏരിയ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിൻ്റെ വെലോസിറ്റി കുറയും. അപ്പോൾ ഈ ഒരു ഷേപ്പ് കാരണം എന്ത് ചെയ്യുക, ഹൈ വെലോസിറ്റിയിലാണ് ഇമ്പല്ലറിൽ നിന്ന് വരുന്നത്. പക്ഷെ എന്താണ് ഡെലിവറി പൈപ്പ് എത്തുമ്പോൾക്ക് അതിൻ്റെ വെലോസിറ്റി കുറയും. അപ്പോൾ ആ ഒരു ഇക്വേഷൻ പറഞ്ഞത് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് കൺവേർഷൻ വരുന്നതെന്ന്. സോ ദ വെലോസിറ്റി ഹെഡ് കൺവേർട്ടഡ് ടു പ്രഷർ ഹെഡ് ഇൻ ദി കേസിങ്. അപ്പോൾ എന്താണ് ഈ ഒരു ഷേപ്പ് കാരണം എന്ത് ചെയ്യുക, വെലോസിറ്റി ഹെഡും കൂടി എന്താവും, പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഫ്രം ദി കേസിങ് ലിക്വിഡ് കണ്ടിന്യൂസ്ലി പാസ് to the delivery pipe and due to its pressure liquid get lifted to required height. അപ്പോൾ എന്താണ് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുക, ആ ഒരു ഇമ്പല്ലറിൽ നിന്ന് ഡെലിവറി പൈപ്പിലേക്ക് എന്ത് ചെയ്യും, വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രഷർ കാരണം റിക്വയർഡ് ഹൈറ്റിലേക്ക് നമുക്ക് വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. Then from delivery pipe liquid discharge to the tank while stopping the pump delivery valve is first closed to avoid backflow from the delivery pipe. Then prime mover is stopped. എന്താണ് ഇനിയിപ്പോൾ വെള്ളം എന്താ ഈ ഒരു നമ്മൾ പ്രൈം മൂവർ ഓഫ് ചെയ്യണതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ മോട്ടർ ഓഫ് ചെയ്യണതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, ഡെലിവറി വാൽവ് ക്ലോസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, ബാക്ക് ഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇത്രയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം മൂവർ ഓഫ് ചെയ്യാം. അപ്പോൾ സിമ്പിളാണ്, വർക്കിംഗ് സിമ്പിളായിട്ട് ഒന്നുകൂടി പറയാം. ജസ്റ്റ് എന്താണ് പ്രൈമിങ്, ഫസ്റ്റ് എന്ത് ചെയ്യുക, പമ്പ് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് നമ്മൾ ഡെലിവറി വാൽവ് എപ്പോഴും എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്തിടുക. എന്നിട്ട് എന്ത് ചെയ്യണം, പ്രൈമിങ് ചെയ്യുക. അതായത് വെള്ളം അതിനകത്തേക്ക് എന്ത് ചെയ്യാം, വെള്ളം നിറച്ച് കൊടുക്കുക. എവിടെയൊക്കെ, സക്ഷൻ പൈപ്പ്, കേസിങ്, ഡെലിവറി പൈപ്പ് അപ് ടു ഡെലിവറി വാൽവ് വരെ വെള്ളം നിറച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പ്രൈം മൂവർ അതായത് മോട്ടർ, ഇലക്ട്രിക് മോട്ടർ എന്ത് ചെയ്യുക, ഓൺ ചെയ്യുക. മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഇമ്പല്ലർ റൊട്ടേറ്റ്, ഈ ഇമ്പല്ലർ എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ള ആ ഒരു ഇതിനൊക്കെ എന്ത് ചെയ്യുക, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഔട്ടർ പെറിഫറിയിലേക്ക് ത്രോ ചെയ്യും. സോ അവിടെ എന്ത് ചെയ്യും, ഒരു പാർഷ്യൽ വാക്യൂം ക്രിയേറ്റ് ചെയ്യും. സോ ഈ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രഷർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കും, സക്ഷൻ നടക്കും. അതായത് സക്ഷൻ പൈപ്പിൽ നിന്ന് എന്ത് ചെയ്യും, വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട്, ഇത് ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ടാണല്ലോ നടക്കുന്നത്. സോ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, സക്ഷൻ നടക്കും. സക്ഷൻ പൈപ്പിലൂടെ സമ്പിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇൻലെറ്റ് ഐയിലേക്ക് വരും, എവിടെ, ഇമ്പല്ലറിൻ്റെ അടുക്ക്. സോ ദ ഇമ്പല്ലർ, ഇനി ഇമ്പല്ലറിൽ നിന്ന് എന്ത് ചെയ്യുക, കേസിങ്ങിൻ്റെ ആ ഒരു ഇൻക്രീസിങ് ഏരിയ, അതായത് ഡെലിവറി പൈപ്പ് എത്തുമ്പോഴേക്കും എന്താണ് ഈ ഒരു കേസിങ്ങിൻ്റെ ഏരിയ ഇൻക്രീസിങ് ആണ്. സോ നമുക്ക് ഹൈ വെലോസിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, ഹൈ വെലോസിറ്റിയിലും പ്രഷറിലാണ് നമ്മുടെ ഇമ്പല്ലറിൽ നിന്ന് വാട്ടർ ത്രോ ഔട്ട് ചെയ്യുന്നത്. സോ ആ ഒരു വെലോസിറ്റി ഡിക്രീസ് ചെയ്തിട്ട് ആ ഒരു വെലോസിറ്റിയും കൂടി എന്ത് ചെയ്യുക, പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ഡെലിവറി പൈപ്പിലേക്ക് വാട്ടർ എത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡെലിവറി വാൽവ് ഓപ്പൺ ചെയ്യുക. ഡെലിവറി വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു പ്രഷർ ഹെഡ് കാരണം വാട്ടറിനെ റിക്വയർഡ് ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇനി നമുക്ക് ആവശ്യം കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക് ഫ്ലോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡെലിവറി വാൽവ് ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യാം, നമുക്ക് മോട്ടർ ഓഫ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ജസ്റ്റ് വർക്കിംഗ് വരുന്നത്. സിമ്പിളാണ്. ഇനി അതിൻ്റെ പവർ വരുന്നത്, അപ്പോൾ പവർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇപ്പോൾ വാട്ട്സിലാണ്, ഇപ്പോൾ കിലോ വാട്ട്സ് ആണെന്നുണ്ടെങ്കിൽ 1000 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് ρGQH ഡിവൈഡ് ബൈ ഈറ്റ, ഇതാണ് എന്ത് ചെയ്യുന്നത്, പവറിൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ ഇതിനകത്ത് റോ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ദെൻ ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ നമുക്കിതിൻ്റെ, അപ്പോൾ ഇവിടെ ഈ ഒരു പവർ കൊടുത്തിട്ടുള്ളത് വാട്ട്സിലാണ്. ദെൻ നമുക്ക് ജി വരുന്നത് മീറ്റർ/സെക്കൻഡ് സ്ക്വയറിലാണ്. ദെൻ ഡെൻസിറ്റി വരുന്നത് kg/m² ക്യൂബിലാണ്. ദെൻ ക്യൂ ഡോട്ട് അതല്ലെങ്കിൽ മാസ് ഫ്ലോ റേറ്റ് അതല്ലെങ്കിൽ ഡിസ്ചാർജ് വരുന്നത് m³/s ആണ്. ദെൻ എച്ച് എന്ന് പറയുന്നത് ഹെഡാണ്, മീറ്ററിലാണ് എടുക്കുന്നത്. ഈറ്റ പിന്നെന്താണ് എഫിഷ്യൻസിയാണ്, അതിന് ഡയമെൻഷൻ ഇല്ല. ഇത്രയാണ് വരുന്നത്. ദെൻ ഇനി എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വരുന്ന ഈറ്റ ഈസ് ഈക്വൽ ടു ρGQH ഡിവൈഡ് ബൈ പി ഇൻറ്റു ഈറ്റ/മി. സോ ഇവിടെ ഈറ്റ/മി എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ്, അതിനും എന്താണ് ഡയമെൻഷൻ ഇല്ല, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് യൂണിറ്റും.
ഇത്രയാണ് എന്ത് നമ്മൾ ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഹൈഡ്രോളിക് പമ്പിലെ ഫസ്റ്റ് വൺ എന്താ സെൻട്രിഫ്യൂഗൽ പമ്പായിരുന്നു. ഇനി നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ടർബൈൻസ് നോക്കാനുണ്ട്. അപ്പോൾ 2 തരത്തിലാണ് പമ്പ് വരുന്നത്, റോട്ടോഡൈനാമിക് പമ്പും പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പും. അപ്പോൾ അതിനകത്ത് റോട്ടോഡൈനാമിക് എന്ന് പറയുമ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ്, ദെൻ ആക്സിയൽ ഫ്ലോ ഉണ്ട്, മിക്സഡ് ഫ്ലോ ഉണ്ട്, ദെൻ ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറയുമ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഉണ്ട്, അതിൽ തന്നെ റോട്ടറി പമ്പ് വരുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് വരുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പുമാണ്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൻ്റെ വർക്കിംഗ് വരുന്നത് റെസിപ്രോക്കേറ്റിംഗ് ആണ്, മറ്റേതിനകത്ത് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ ആണ്. പിന്നെ ജസ്റ്റ് എന്താണ് കുറച്ച് പാർട്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു വർക്കിംഗ്, പിന്നെ പ്രൈമിങ്, കാവിറ്റേഷൻ, ഇത്രയാണ് വരുന്നത്. സിമ്പിളാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പവറും അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ എഫിഷ്യൻസിയുടെ ഒരു ഇക്വേഷൻ, പിന്നെ യൂണിറ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോഴും എന്താണ് നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ യൂണിറ്റും. അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.